ഇപ്പോൾ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി തർക്കങ്ങളല്ല, ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യർക്കൊപ്പം എന്നുള്ളതാണ് ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി ഉയർത്തി കാണിക്കുന്നത്. ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറയുമ്പോഴും വിദയ് പ്രസ്ഥാനത്തിൽപ്പെട്ട മുജാഹിദുകളാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക്കാരാണെങ്കിലും അവരൊന്നും കൂടെ കൂട്ടാൻ പറ്റില്ല. മനുഷ്യർക്കൊപ്പം എന്ന് പറയും മാനവികതയുടെ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗത്തെ അവർ ചിലപ്പോൾ ചില കർമ്മശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് മാറി നിൽക്കുന്നവരായിരിക്കാം. അവരെ ഉൾക്കൊള്ളാൻ പറ്റാതെ എങ്ങനെയാണ് മാനവികത എന്ന് പറയുന്ന മുദ്രാവാക്യം മുന്നോട്ട് വെക്കാൻ പറ്റുക? മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യത്വമുള്ളവർക്കൊപ്പം എന്നാണ്. അല്ലാതെ ലോകത്ത് വ്യത്യസ്തങ്ങളായ അഭിപ്രായ ഭിന്നതയുള്ളവരെ രണ്ടു കൂട്ടരും കൂടി വാരിപ്പിടിക്കണമെന്നോ ഒന്നാക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല, അട്ട് സാധിക്കുന്നതുമല്ല. ഇപ്പോൾ നിങ്ങളിപ്പം ചോദിച്ചപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ വ്യക്തിത്വം, അപ്പോൾ അദ്ദേഹം ശക്തമായി ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും സമൂഹത്തെ ആക്ഷേപിക്കുന്ന ഞങ്ങൾക്ക് മറുപടി പറയാക്കാൻ പറ്റുമല്ലോ. ആയതുകൊണ്ട് ഞങ്ങളെ വേദിയിൽ വിളിക്കാനോ ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനോ ഞങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനോ ഞങ്ങൾക്ക് പറ്റുമല്ലോ. എന്ന പോലെ തന്നെ നിങ്ങൾ ഈ ചോദിച്ച പ്രസ്ഥാനങ്ങളൊക്കെ ഈ മനുഷ്യത്വം ഞങ്ങളെ മനുഷ്യരായി ഞങ്ങളെ മുസ്ലിമീങ്ങളായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞങ്ങൾ 5 വക്ത് നിസ്കരിക്കും, കൂട്ടുപ്രാർത്ഥന നടത്തും, ഞങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്തിഗാത്ത തപസ്സൊക്കെ ഞങ്ങൾ നിർവഹിക്കും. അതൊക്കെ ഇസ്ലാമികമല്ല, ഇസ്ലാമിന് പുറത്താണ്, അത് ബഹുദൈവാരാധനയാണ് എന്ന് നാടുനീളെ പറഞ്ഞ് നടക്കുമ്പോൾ പിന്നെ എങ്ങനെ നമ്മളവരെ ഞങ്ങളെ കക്ഷികളായിട്ട് കാണാൻ പറ്റുക? അപ്പോൾ അവരെ തിരുത്തുകയും അവരെ ഉപദേശിക്കുകയും നന്നാക്കി കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതോടുകൂടെ തന്നെ ഞങ്ങൾ മാനുഷിക പരിഗണന എല്ലാവർക്കും ഞങ്ങൾക്ക് നൽകും. അതേ സ്ഥാനത്ത് സലാം ചെല്ലുക, സലാം മടക്കുക, അതുപോലെ തന്നെ ജുമാക്ക് പോവുക, ജുമാക്ക് വരിക, അതൊരു ആരാധനയാണ്. അത് ആരാധനാപരമായ കാര്യങ്ങൾ യോജിക്കണമെങ്കിൽ അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് സലാം പറയാൻ പറ്റുമെന്ന് അവർ പറഞ്ഞാൽ അവർ ഞങ്ങളുടേത് ഇസ്ലാമെന്ന് പുറത്തെല്ലാം സംബന്ധിച്ചാൽ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ആരാണ് ശരിക്കും മുശ്രിക്കുകൾ? അവരാണ് നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇന്ന് വരെ മുസ്ലിമീങ്ങളെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ പ്രഭാഷണങ്ങൾ മുഴുവനും എല്ലാം ഞങ്ങൾ ചെയ്യുന്ന ഓരോ ആരാധനയും ശിർക്ക് 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 എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ അത് പ്രവാചക തിരുമേനിയുടെ കാലത്തെ തുടങ്ങിയതാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നാകാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല.